ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നൊരു വീഡിയോ പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന ഒരു ലോക്കൽ ട്രെയിനിൽ പോകുന്നൊരു വീഡിയോ ആണ്. ഇതിപ്പോൾ ഒരു ലോക്കൽ ട്രെയിനിൻ്റെ അകത്താണ് ഞാൻ നിൽക്കുന്നത്. അകത്ത് വെച്ചിട്ടാണ് ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ട്രെയിന്, നല്ല വൃത്തിയും വിശാലതയും ഒക്കെ ഉള്ളൊരു ട്രെയിൻ. ഇഷ്ടംപോലെ സീറ്റുണ്ട്. ഒരുപാട് സീറ്റുകൾ കാലിയാണ്. കാരണം എൻ്റെ തോന്നൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഇടവിട്ടൊക്കെ ഇഷ്ടംപോലെ ലോക്കൽ ട്രെയിനുകൾ കോയമ്പത്തൂരിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ കോയമ്പത്തൂർക്ക് പോകുന്നത് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വില കുറഞ്ഞ് സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരുപാട് കടകളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. നല്ല ഒരു യാത്രയാണ്, നല്ല സന്തോഷം നൽകുന്നൊരു യാത്ര. കാരണം വെളിയിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു വിശാലത ഉള്ളൊരു സ്ഥലം, ഇഷ്ടം പോലെ സീറ്റ് എല്ലാം ഉണ്ട്. കാരണം രാവിലെ 7:30 ഞാൻ യാത്ര തിരിച്ചത്. 30 രൂപയാണ് ഇതിൻ്റെ ടിക്കറ്റ് ചാർജ്. വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒരു ലൈക്ക് അടിച്ചു കൊടുക്കാൻ. നിങ്ങൾ ഒരു ലൈക്ക് അടിച്ചാൽ 10 ആളുകൾക്ക് ഈ വീഡിയോ എത്തും. അതിന് വേണ്ടിയിട്ടാണ് ലൈക്ക് അടിക്കുക എന്ന് പറയുന്നത്. ആരും ലൈക്ക് അടിക്കല്ല, എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സഹകരിക്കണം. ഇത് വെളിയിലോട്ട് ഉള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. നല്ല കാഴ്ചയാണ് കാണാൻ. 2 സൈഡും മലകളാണ്. നമ്മൾ പോകുന്നത് 2 സൈഡും മലകൾ കാണാം പോകുന്ന വഴിയിൽ. അതിൽ ഒരു ഭാഗം നല്ല കാടാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റ് കാടായതുകൊണ്ട് നല്ല ആനകളെ കാണാൻ ചാൻസ് കൂടുതലാണ് ഇവിടെ. പക്ഷേ ഇപ്പോൾ നമ്മൾ ആന കണ്ടിട്ടില്ല. ഈ കാണുന്ന ഭാഗങ്ങളിലൊക്കെ ആന ഇറങ്ങാൻ ചാൻസ് കൂടുതലുള്ള സ്ഥലമാണ്. ഒരു ഒഴിഞ്ഞ പ്രദേശമാണ്. കൂടുതലായിട്ട് വീടൊന്നുമില്ല. ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് കൂടുതൽ വീടുകളൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല. ചിലപ്പോൾ ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുന്ന വീടുകളും ഒഴിഞ്ഞു പോയ വീടുകളൊക്കെ കാണാം. അത് ഫോറസ്റ്റിൻ്റെ ആണ്. ആനയുടെ ശല്യം ഉള്ളത് കൊണ്ട് ട്രെയിൻ വളരെ പതുക്കെയാണ് ഈ വാളയാർ ഭാഗത്തു കൂടെ ഓടിക്കാറുള്ളൂ. സാധാരണ രാത്രി കാലങ്ങളിലാണ് വളരെ പതുക്കെയാണ് ട്രെയിൻ പോകാറ്. അങ്ങനെ നമ്മൾ വാളയാർ കഴിഞ്ഞു. ഏകദേശം കോയമ്പത്തൂർ എത്താനായി. വണ്ടിക്ക് ലേശം സ്പീഡ് കൂടിയിട്ടുണ്ട്. ഇത് അപ്പുറത്തൊരു ട്രാക്കാണ് കാണുന്നത്. യാത്ര ചെയ്യാൻ നല്ല സുഖമാണ് ഈ ട്രെയിനിൽ, ലോക്കൽ ട്രെയിൻ ആയതുകൊണ്ട്. പിന്നെ ലോക്കൽ ട്രെയിൻ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ സ്ഥലവും കിട്ടാനുണ്ട്. അതിൽ ഒരുപാട് ട്രെയിനുകൾ ഈ വഴിയിലൂടെ ഉള്ളത് കൊണ്ട് തിരക്ക് അപൂർവങ്ങളാണ് ഇങ്ങനെയുള്ള ട്രെയിനുള്ളൂ. ഒരു വിധമുള്ള ടൈമിനൊക്കെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഇങ്ങനെ ഇടവിട്ട് ട്രെയിനുകൾ ഇഷ്ടംപോലെ ഉണ്ട്. നല്ല 2 സൈഡും കാണുന്നത് നല്ലൊരു കാഴ്ച തന്നെയാണ്. ഇനി നമ്മൾ പോകുന്ന ഇടയിൽ തന്നെ ഒരു വലിയൊരു ഈത്തപ്പനത്തോട്ടമുണ്ട്. അത് ഞാൻ ഒരു ദിവസം അതിൻ്റെ ഒരു ഫുൾ വീഡിയോ കിട്ടുന്നതാണ്. ഈ കാണുന്നതെല്ലാം ആന ഇറങ്ങാൻ ചാൻസുള്ള ഭാഗങ്ങളാണ്. അവിടെ പ്രത്യേകം ആന ഇങ്ങോട്ട് ട്രാക്കിൽ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് ലൈനുകളെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. ചെറിയ ഷോക്ക് കൊടുക്കാനുള്ള ലൈനെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും അത് മറികടന്ന് ആന സാധാരണ ട്രാക്കിൽ കയറാറുണ്ട്. നല്ല പാറക്കെട്ടുകളും പാറക്കൂട്ടങ്ങളും കണ്ണിനൊരു അത്ഭുതം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സ്ഥലങ്ങളൊക്കെ ഈ യാത്രയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കോയമ്പത്തൂർക്ക് പോകുമ്പോൾ ഏറ്റവും നല്ല ട്രെയിനിൽ പോവുകയാണ്. വളരെ സുഖകരമായ യാത്രയാണ് ട്രെയിനിൽ പോകുന്നത്. ബസ്സിൽ പോകണ അത്രയ്ക്കൊരു രസമില്ലാത്തൊരു യാത്രയായിട്ട് എനിക്ക് തോന്നിയത്. ഏകദേശം നമ്മളിപ്പോൾ കോയമ്പത്തൂർ എത്താനായി. ഇവിടെ ഇറങ്ങാൻ പോവുകയാണ്. വണ്ടി ഏകദേശം നിർത്താനായി. നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ട് നമ്മൾ വെളിയിലേക്ക് കിടക്കാനുള്ള ഒരു തീരുമാനത്തിലാണ്. അങ്ങനെ വെളിയിലേക്ക് കിടക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുകയാണ്. ഇനി എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട് ഇവിടെ കോയമ്പത്തൂർ. അത് കഴിഞ്ഞ് തിരിച്ചു പോകും. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി കാണാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ബെൽ ബട്ടൺ അമർത്തുക, ഒരു ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് തരിക. എന്നാലും ഒരുപാട് ആൾക്കാരിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് സബ്സ്ക്രൈബർ കൂടും. എൻ്റെ പോലെ തുടങ്ങിയ ആൾക്കാർക്കൊക്കെ